ഇരുട്ട് അതിശക്തമായി തോന്നിയേക്കാം. ആത്മീയ എതിർപ്പ്, പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ വിശ്വാസികളിൽ ഭയം ജനിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഭയപ്പെടരുതെന്ന് തിരുവെഴുത്ത് ആവർത്തിച്ചു പറയുന്നു. കാരണം ദൈവം നമ്മോടൊപ്പമുണ്ട്. യേശുക്രിസ്തു ഇതിനകം വിജയം നേടിയിട്ടുണ്ട്. സങ്കീർത്തനം 27:1 പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ലോകം എത്ര ഇരുണ്ടതായാലും കർത്താവ് നമ്മുടെ വഴികാട്ടിയാണ്. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമ്മുടെ മേലുള്ള ഭയത്തെ ശക്തിഹീനമാക്കുന്നു. യേശുവിന് ഇരുട്ടിന്റെ മേൽ അധികാരമുണ്ട്. നാം ഇനി സാത്താന്റെ ഭരണത്തിന് കീഴിലല്ല. ക്രിസ്തു നമ്മെ രക്ഷിച്ചു. യേശുവിന്റെ വകയായവരുടെ മേൽ ഇരുട്ടിന് അധികാരമില്ല. ഭയത്തിനുള്ള പ്രതിവിധി ആത്മവിശ്വാസമല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവം വ്യക്തിപരമായി തന്റെ മക്കളെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇരുട്ടിന്റെ യാഥാർത്ഥ്യത്തെ അവഗണിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നില്ല, പക്ഷേ അവൻ നമ്മെ ഉറച്ചു നിൽക്കാൻ സജ്ജരാക്കുന്നു. നമ്മുടെ ശക്തിയിലല്ല, അവന്റെ ശക്തിയിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മിലുള്ള ക്രിസ്തു എല്ലാ പൈശാചിക ശക്തികളെക്കാളും വലുതാണ്. സാത്താൻ പരാജിതനായ ഒരു ശത്രുവാണ്. ക്രൂശിൽ ക്രിസ്തു അവന്റെ മേൽ വിജയം നേടി. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. വചനത്തിൽ ഉറച്ചു നിൽക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക, വിജയത്തിൽ നടക്കുക.